സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ബയോറീജിയൻ ബ്രാൻഡ് മസാല ആൻഡ് സ്പൈസസിന്റെയും കാഞ്ഞിരപ്പള്ളി രൂപത മാതൃവേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുട്ടിക്കാനം മരിയൻ കോളേജിൽ വെച്ച് മാതൃവേദി അംഗങ്ങൾക്കായി ഒരു പാചക മത്സരം നടത്തപ്പെട്ടു. 30 ടീമുകളിലായി 60 വനിതകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു. നാടൻ രീതിയിലുള്ള ചിക്കൻ വിഭവങ്ങളായിരുന്നു മത്സരാർത്ഥികൾ തയ്യാറാക്കിയത്. മരിയൻ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ റവറൽ ഫാദർ തോമസ് ഞാളിയിൽ മത്സരം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ റവറൽ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ, പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൽ ഡോക്ടർ സാബു ജോൺ പനച്ചിക്കൽ, കാഞ്ഞിരപ്പള്ളി രൂപത മാതൃവേദി ഡയറക്ടർ റവറൽ ഫാദർ മാത്യു ഓലിക്കൽ, മരിയൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ റവറൽ ഡോക്ടർ സെബാസ്റ്റ്യൻ കാരിക്കാക്കുന്നിൽ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ 147 ഇടവകകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 60 മാതൃവേദി അംഗങ്ങൾക്കായി മത്സരം നടത്തപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ മാതൃവേദി സംഘടന ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട് ഇത് 30-ാം വർഷമാണ്. 30-ാം വർഷത്തിൽ 30 പദ്ധതികളാണ് മാതൃവേദി നടത്തുക. ഈ 30 പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് അമ്മരുചി നന്മരുചി എന്ന ഈ പാചക മത്സരം. രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 30 ടീമുകളാണ് ഈ മത്സരത്തിൽ സംബന്ധിക്കുന്നത്. അടുക്കളയിൽ ഏറ്റവും നന്നായി ഭക്ഷണം ഒരുക്കുന്ന ഈ അമ്മമാരിലെ ഏറ്റവും മിടുക്കിമാരെ കണ്ടെത്തുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയും മാതൃവേദിയും സംയുക്തമായി നടത്തുന്ന ഈ മത്സരത്തിൻ്റെ പിന്നിൽ ഉള്ളത്. ഈ മത്സരത്തിൽ 1-ാം സമ്മാനം പാലപ്ര ഇടവക അംഗങ്ങളായ ജാൻസി സണ്ണി, ബിന്ദു സിബി നമ്പൂടാകത്ത് കരസ്ഥമാക്കി. 2-ാം സമ്മാനം വെളിച്ചിയാനി ഇടവക അംഗങ്ങളായ എമിലി സെബാസ്റ്റ്യൻ കുരിശുമൂട്ടിൽ, ശുഭ അഗസ്റ്റിൻ പുളിക്കൽ. 3-ാം സമ്മാനം കുട്ടിക്കാനം ഇടവക അംഗങ്ങളായ സാനി സെബാസ്റ്റ്യൻ വേങ്ങന്താനത്ത്, ബീന സ്റ്റാലി മാറാട്ടുകുളം എന്നിവരും കരസ്ഥമാക്കി. പരിപാടികൾക്ക് മാതൃവേദി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, PDS സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കാഞ്ഞിരപ്പള്ളി രൂപത മാതൃവേദിയുടെ രൂപത പ്രസിഡന്റാണ്. ഞാനും ഈ പ്രോഗ്രാമിലെ ഒരു പാർട്ടിസിപ്പൻ്റാണ്. ഈ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അമ്മമാരുടെ ഇടയിൽ വളരെ ഒരു ആവേശമായിരുന്നു. എല്ലാവരും തങ്ങളുടെ പാചക നൈപുണ്യം ഒന്ന് പുറത്തെടുക്കുവാനുള്ള വലിയൊരു ആവേശത്തിലായിരുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എല്ലാവരും ചൈനീസ് വിഭവങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഒരു പുതിയ തലമുറയ്ക്കും അതൊരു പ്രചോദനമാകും. അതോടൊപ്പം തന്നെ നമ്മുടെ രൂപതയിലെ അമ്മമാർക്ക് വളരെ ആവേശത്തോടെ മത്സര രംഗത്തേക്ക് വരാനുള്ളൊരു ചാൻസും കൂടിയാണ്. സിസ്റ്റർ മാതൃക്ക് ആനിമേറ്ററാണ് രൂപതയിലെ. സിസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സിസ്റ്റർ റോസ്മി വെട്ടിപ്ലാക്കൽ SABS. ഞാൻ കാഞ്ഞിരപ്പള്ളി ആരാധനാ സന്യാസിനി സമൂഹത്തിലെ ഒരു അംഗമാണ്. ഒരുപാട് പേര് രൂപതയിലെ ഒരുപാട് മാതാക്കൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ സാധിച്ചില്ല. 30 പേർക്കേ അതിനുള്ള അവസരം ഉണ്ടായിരുന്നുള്ളൂ. വ്യവസ്ഥകൾ PDSൻ്റെ സ്വന്തമായ മസാല കൂട്ടുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മറ്റു മായങ്ങളൊന്നുമില്ലാതെ കളറുകളൊന്നും ഉപയോഗിക്കാതെ വളരെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ 1 മണിക്കൂർ കൊണ്ട് ഈ പാചക നടത്തുക എന്നുള്ളതായിരുന്നു. പാചകത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളും PDS തന്നെ ഓഫർ ചെയ്ത് നൽകിയിരുന്നു. രൂപതയിലെ 13 ഫൊറോനകളിൽ നിന്ന്, അതായത് 148 ഇടവകളിൽ നിന്നുള്ള പ്രാതിനിധ്യമാണ് ഉള്ളത്. അതിൽ എല്ലാവർക്കും ഒന്നും സാധിച്ചിട്ടില്ല. എങ്കിലും രൂപതയുടെ അങ്ങ് അണക്കര മുതൽ കുമളി, കട്ടപ്പന, എല്ലാ ലോ റേഞ്ച്, ഹൈ റേഞ്ച്, തെക്കൻ മേഖല എല്ലായിടത്തുനിന്നും ഭാഗഭാഗിത്വമുണ്ട്.